കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 23 ഞായറാഴ്ച. സെന്റ് ഫിലോമിനസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂനമ്മാവ് അവതരിപ്പിക്കുന്ന റേഡിയോ പ്രിയോർ പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ശ്രോതാക്കൾക്കേവർക്കും സ്വാഗതം. ഞാൻ ജെനീഫ വിൻസെന്റ് ഫ്രം 8B. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. എല്ലാ വർഷവും ഫെബ്രുവരി 21 നാം വേൾഡ് സ്കൗട്ട് ഡേ ആയി ആഘോഷിക്കുന്നു. സ്കൂളുകളിൽ വിവിധ സംഘടനകൾ നിലവിലുണ്ട്. വിദ്യാർത്ഥികളെ സാമൂഹിക അവബോധമുള്ള വ്യക്തികളായി വാർത്തെടുക്കുക എന്നതാണ് ഓരോ സംഘടനയുടെയും ലക്ഷ്യം. നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെയും ഇത്തരുണത്തിൽ സ്മരിക്കുന്നു. വേൾഡ് സ്കൗട്ട് ഡേയെ കുറിച്ച് സ്കൗട്ട് മാസ്റ്റർ ആരുഷ്യ. World Scout Day. World Scout Day is celebrated every 22nd February. Each year on February 22nd, we honor Robert Baden-Powell's birth anniversary by celebrating World Scout Day. Robert Baden-Powell, who was born in 1857, is considered the pioneer of Scouting. World Scout Day is celebrated to commemorate the service of the Scouts and Guides. Scouts across the world celebrate the day with extra zeal and rigor. World Scout Day is observed to pay tribute to the works of Scouts across the globe. It is their remarkable service to the world that brings about a change in lives of many people around us. World Scout Day is dedicated to the Scouts and Guides for their selfless services to the world. Scouting began in India in 1909. Solution India was very famous from the beginning itself, as the number of Scout and Guide associations were emerging like mushrooms across India. The Bharat Scouts and Guides Association was formed in 1951. Scout Day is celebrated by the gathering of the Scouts, and respect will be paid through the parades and discussion on the life of the great chief. Scout Day is an attempt to make the generation aware of the importance of Scouts in improving society. Thank you. നാടൻ ശീലുകൾ നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്നു. ഹൃദുൽ ദിലീപ് ആലപിക്കുന്ന ഒരു നാടൻ പാട്ട്. പൂമരം പൂത്തുലങ്ങി പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി വിരിഞ്ഞേ. പൂമരം പൂത്തുലങ്ങി പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി വിരിഞ്ഞേ. പൂമരം പൂത്തുലങ്ങി പൂവാകത്തുമ്പി, എന്നെ മറന്നു എൻ്റെ ഓമന പെൺകിടാവേ, ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ. ചുണ്ടിൽ ഞാൻ നൽകാം 100 ചുംബന പൂക്കളിന്ന്. പൂമരം പൂത്തുലങ്ങി പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ.
ഇന്നെൻ്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പച്ച വിരിച്ചൊരുങ്ങി കൊച്ചുമരത്തണലിൽ നിന്നെ കുറിച്ചൊന്നും ഞാൻ പാടുന്നു പെൺകിടാവേ. ഇനി ഈ മോളം കണ്ടി പാടും നീ രാഗം. എന്നെ മറന്നു എന്നെ നീ പിരിഞ്ഞു പോയി. പൂമരം പൂത്തുലഞ്ഞ് പൂവാകയിൽ പൂത്തുമ്പിപ്പാറി വന്നേ. ഇന്നെൻ്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി വിരിഞ്ഞേ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മലയാളത്തിൻ്റെ സ്വന്തം മാധവിക്കുട്ടി കമലാദാസ് സ്വന്തം കൃതികളിലൂടെ വായനക്കാരെ ഒരു മാസ്മരിക ലോകത്തേക്ക് നയിക്കുന്നു. അത് കഥയായാലും നോവലായാലും കവിതയായാലും. കമലാദാസ് എഴുതിയ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന പോയം റിസൈറ്റ് ചെയ്യുന്നത് യാരിക് ജെയ്സൺ. My grandmother's house. There is a house now far away where once I received love. That woman died. The house withdrew into silence. Stakes moved among the books. I was then too young to read, and my blood turned cold like the moon. How often I think of going there to peer through the blind eyes of windows, or just listen to the frozen air, or in the wild despair pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. You cannot believe, darling, can you, that I lived in such a house, was proud and loved. I who have lost my way and beg now at stranger's door to receive love, at least in a small change. Thank you. മനുഷ്യ മനസ്സിൻ്റെ വികാര വിക്ഷോഭങ്ങൾ കഥാരൂപത്തിൽ പറയുന്ന അന്യം നിന്നു പോയ ഒരു കലാരൂപമുണ്ട്, കഥാപ്രസംഗം. ഗുരുഭക്തിക്ക് മകുടോദാഹരണമായ ഇതിഹാസ കഥാപാത്രം ഏകലവ്യൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഗൗരീശങ്കർ. നമുക്ക് ശ്രവിക്കാം ഗുരുദക്ഷിണ. നമ്മുടെ നാടിൻ്റെ പേര് മലയാളിക്ക് പരിചയപ്പെടുത്തിയ മഹത് വ്യക്തിത്വം, പറവൂരിൻ്റെ സ്വകാര്യ അഭിമാനം ശ്രീ കിടാമംഗലം സദാനന്ദൻ. പ്രശസ്ത കാഥികനായ അദ്ദേഹത്താൽ പ്രശസ്തി ആർജിച്ച ഈ കലാരൂപം കലോത്സവ വേദികളിലും സാംസ്കാരിക വേദികളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നുണ്ടോ? സംസ്കൃത ഭാഷയിൽ ഗദ്യ പദ്യമയി ചമ്പു, ഗദ്യവും പദ്യവും ചേർന്നതാണ് ചമ്പു. അതിനാൽ കഥാപ്രസംഗ കല സംസ്കൃതത്തിൽ ചമ്പു പ്രഭാഷണം എന്ന് അറിയപ്പെടുന്നു. സംസ്കൃത ഭാഷയും മലയാളവും ഇടകലർത്തി മണിപ്രവാള രീതിയിൽ ഒരു കഥാപ്രസംഗം കേട്ടാലോ? ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദാ അവിടേക്ക് നോക്കൂ, പ്രശാന്ത സുന്ദരമായ വനാന്തരീക്ഷം. പാണ്ഡവ കൗരവന്മാരുടെ ഗുരുനാഥനായ ദ്രോണാചാര്യരുടെ വാസസ്ഥാനം. അവിടെ ആലിലയിൽ ഒരു തള്ളവിരൽ. ആരുടെ വിരലാണത്? അതിലൊരു കഥയുണ്ട്. ഘോര വനാന്തരത്തിൽ ഒരു പുഷ്പം, മാരുതനാൽ ലാളിക്കപ്പെട്ട ആ കാനന പുഷ്പം ഏകലവ്യൻ അവിടെ ദൂരെയായി കാണുന്നു. ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ അസ്ത്രവിദ്യ അഭ്യസനം. ആയുധവിദ്യായാമഗ്രഗണ്യോ പ്രസിദ്ധോ ദ്രോണാചാര്യോ ബാണാസ്ത്രഗത പരിജാതയോ ധൃത്വാ ചരന്ത്യഗ്നി പരീക്ഷണേ. അപ്പോൾ ശിഷ്യരിലൊരാൾ ഗുരുസന്നിധിയിലെത്തി പറഞ്ഞു, ഗുരു, അവിടെ കവാടത്തിൽ ഒരു ബാലൻ നിൽക്കുന്നു. കണ്ടിട്ട് ഒരു മുനികുമാരനാണെന്ന് തോന്നുന്നു. എന്തു ചെയ്യണം? ശരി, അവനെ വിളിച്ചു കൊണ്ടുവരൂ. ഗുരുവിൻ്റെ മുന്നിലെത്തിയ ബാലകൻ
ഗുരുവിൻ്റെ കാലിൽ വീണ് പ്രണമിച്ചു. അവനോട് ഗുരു ചോദിക്കുന്നു, നീ ആര്? ഇവിടെ എന്താ കാര്യം? അത് കേട്ട ബാലകൻ, വാദാഗമനേ ചലിത പുഷ്പേഷു വിദ്യാന്വേഷകോ കാനനവാസ്യഹം മമ കർമ്മിണി ശ്രവണാവസരേ പുഷ്പിതം മമാന്തരംഗം ഗുരു. ഞാൻ കാനനത്തിൻ്റെ വ്യാധപുത്രനായ ഏകലവ്യൻ. എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും. അവൻ്റെ വാക്കുകൾ കേട്ട ദ്രോണാചാര്യർ രോക്ഷാകുലനായി. ആയുധവിദ്യ അഭ്യസിക്കാൻ യോഗ്യൻ ക്ഷത്രിയനാണ്. നീയൊരു കാട്ടാളൻ, നീയൊരു ബാലനാണെന്ന് കരുതി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ സമീപത്ത് നിന്ന് പോകൂ. അതു കേട്ട ഏകലവ്യൻ്റെ മനം വൈദ്യുത ആഘാതമേറ്റ പോലെ പിടഞ്ഞു. ആ രാത്രിയിൽ അവൻ ആയുധവിദ്യ അഭ്യസിക്കാൻ മാർഗം ആലോചിച്ച് അസ്വസ്ഥചിത്തനായി മാറി. പ്രഭാതമായി അവൻ വനാന്തരത്തിൽ ഏകാഗിയായി നടന്നു. പെട്ടെന്ന് ദ്രോണാചാര്യരുടെ പ്രതിമ നിർമ്മിച്ച് അതിലൊരു മാലയിട്ട് പ്രാർത്ഥിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. ദേവദേവ മമ ഗുരുദേവ അനുഗ്രഹീതു മാമനുഗ്രഹീതു അസ്ത്രവിദ്യാ പ്രഭാവർഷൈഃ അനുഗ്രഹീതു മാമനുഗ്രഹീതു. അവൻ ദ്രോണാചാര്യരുടെ ഗുരുകുലം ലക്ഷ്യമാക്കി നടന്നു. അദ്ദേഹം ഒരു വൃക്ഷത്തിലിരുന്ന് ദ്രോണാചാര്യരുടെ പാഠനം സർവവും മനസ്സിലാക്കി അത് മുഴുവൻ പ്രതിമയ്ക്ക് മുന്നിൽ ചെയ്തു. സംവത്സരങ്ങൾ കഴിഞ്ഞുപോയി. വസന്തകാലമാഗതം വിലസന്ത്യത്ര പുഷ്പാണി മധുപൂരിതൈ സഹ ദിനാനി ഏകഗം ഗതം ച. ഒരിക്കൽ ഏകലവ്യൻ കാനന ജലാശയോപരിതലത്തിൽ അസ്ത്രവിദ്യ അഭ്യസിക്കുന്ന നേരം വേട്ടനായുടെ ശബ്ദം. അദ്ദേഹം ശരമെടുത്ത് ശുനകനെ ലക്ഷ്യമാക്കി എയ്തു. വേദനിച്ച ആ നായയുടെ യജമാനൻ മറ്റാരുമായിരുന്നില്ല, വീരയോദ്ധാവായ അർജുനൻ. അദ്ഭുത സ്തബ്ധനായ അർജുനൻ മനസ്സിൽ വിചാരിച്ചു, ഈ വില്ലാളി വീരനായ വ്യക്തി ആര്? അദ്ദേഹം ഏകലവ്യനോടായി ചോദിച്ചു, നീ ആര്? ഏകലവ്യൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനൊരു വ്യാധപുത്രൻ. എൻ്റെ ഗുരു ദ്രോണാചാര്യർ. അസ്ത്രവിദ്യായാം പ്രഥിതോ മമ ഗുരു ദ്രോണാചാര്യോ മാം വിന തസ്യ ശിഷ്യേഷു അപരം ശിഷ്യം നാശൃണോത്. ഇത് കേട്ട അർജുനൻ മടങ്ങിപ്പോയി. സമയം സായം സന്ധ്യ. രണ്ടുപേർ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുന്നു. ഒരുവൻ കോപിഷ്ഠനും ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി ദ്രോണാചാര്യൻ, മറ്റൊരുവൻ വീരയോദ്ധാവായ അർജുനൻ. ദ്രോണാചാര്യരെ കണ്ട മാത്രയിൽ പാദത്തിൽ പ്രണമിച്ചുകൊണ്ട് ഏകലവ്യൻ. ആ സമയം ആചാര്യൻ ചോദിക്കുന്നു, നീ ആര്? നിന്റെ ഗുരു ആര്? ഗുരു അങ്ങ് തന്നെ, രോക്ഷാകുലനായ ദ്രോണാചാര്യർ. നീ എൻ്റെ ശിഷ്യനല്ല. ഇത് കേട്ട് ഏകലവ്യൻ താൻ പഠിച്ച അസ്ത്രവിദ്യകൾ ആചാര്യന് മുമ്പിൽ പ്രദർശിപ്പിച്ചു. പരവശനായ ദ്രോണാചാര്യർ അവനോട് പറയുന്നു, നീ എൻ്റെ ശിഷ്യൻ തന്നെ, ഞാനത് അംഗീകരിക്കുന്നു. നീയൊരു കാര്യം വിസ്മരിച്ചിരിക്കുന്നു. പറയൂ ഗുരു, ഞാൻ എന്തപരാധമാണ് ചെയ്തത്? നീ എനിക്ക് ഗുരുദക്ഷിണ തന്നിട്ടില്ല. അയ്യോ, എന്താണ് വേണ്ടത്? പറയൂ ഗുരു, പറയൂ. ശരം സന്ധാതും തവ ദക്ഷിണഹസ്തേ വിദ്യമാനമങ്കുഷ്ടം മാം ഗുരുദക്ഷിണരൂപേണാലസ്യം വിനാ ശീക്രമധുനാ ദദാതു ആലസ്യം വിനാ ആദരേണ ച. ഗുരുദക്ഷിണയായി വലതു തള്ളവിരൽ ആവശ്യപ്പെട്ട ഗുരുനാഥനായി വലതു തള്ളവിരൽ മുറിച്ച് വടപത്രത്തിൽ വെച്ച് ഗുരുനാഥന് സമർപ്പിച്ച ഏകലവ്യൻ. വിശിഷ്ടം ഗുരുദക്ഷിണം ദൃഷ്ട്വാ നീജസ്യ ദ്രോണാചാര്യസ്യ മനോ ധക്തധക്തമിവ ഭൂതതാ തസ്യ ചക്ഷുഭാഷ്പാംബുപൂരിതം ച. അജയ്യനായ ഏകലവ്യൻ്റെ തള്ളവിരലാണ് തുടക്കത്തിൽ നാം കണ്ടത്.
ഈ കഥയുടെ പരിസമാപ്തി വേളയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള ഏകലവ്യർ ഇന്നും സമൂഹത്തിലില്ലേ? ജാതി മത വർണ്ണ ചിന്തകളുടെ പേരിൽ തിരസ്കരിക്കപ്പെടുന്ന പുതിയ ഏകലവ്യർ ഉണ്ടാകരുത്. ജാതിദ്വേഷം മതദ്വേഷം വിന സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. നന്ദി. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കൂട്ടുകാരെ, സമ്മർ വെക്കേഷൻ ആരംഭിക്കാറായി. വെക്കേഷൻ ടൈമിൽ ട്രൈ ചെയ്യാൻ ചില രുചിക്കൂട്ടുകളുമായി നമ്മുടെ പ്രിയ കൂട്ടുകാർ ആൻ മരിയ എലിസബത്ത് റോബിൻസ് തയ്യാറാക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഇതിന് ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ബ്രെഡ്, 2 മുട്ട, സവാള അരിഞ്ഞത്, ക്യാപ്സിക്കം, മുളക്, തക്കാളി. ഇനി നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ക്യാപ്സിക്കവും തക്കാളിയും അരിഞ്ഞെടുക്കണം. തക്കാളി കട്ട് ചെയ്യുമ്പോൾ അകത്തെ കുരു കളഞ്ഞെടുക്കണം. പിന്നീട് നമുക്ക് പിന്നെ ഒരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം ഈ ക്യാപ്സിക്കം, തക്കാളിയും സവാളയും ആ പാത്രത്തിലിടണം. ശേഷം കുറച്ച് കുരുമുളകും ലേശം ഉപ്പും കൂടെ അടിച്ചു ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ബ്രെഡ് എടുത്തതിന് ശേഷം അതിലേക്ക് മയോണൈസ് ഇട്ട് നമുക്ക് ഈ മുട്ടയുടെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. മുട്ട ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിന് മറിച്ചിട്ട് കൊടുക്കാം. ശേഷം വേറെ ഒരു ബ്രെഡിലേക്ക് മയോണൈസ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി. ജോ ആൻഡ് ജോയൽ തയ്യാറാക്കുന്ന വിഭവം എന്താണെന്ന് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് പാൽ റൂം ടെമ്പറേച്ചറിലുള്ളത്. കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി കേക്കിലോട്ടുള്ള പൗഡറിൻ്റെ മിക്സ് റെഡിയാക്കിയെടുക്കാം. പൗഡർ അരിച്ചെടുക്കാനായി മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ട് നന്നായി അരിച്ചെടുക്കുക. ഇനി കേക്കിൻ്റെ ബാറ്റർ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 4 മുട്ട, 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചും മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പൗഡറിൻ്റെ മിക്സ് കുറേശ്ശെ ആയിട്ട് പാലും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഒരു ടിന്നിലോട്ട് ഒഴിച്ച് ഓവനിലോ ഗ്യാസിലോ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ആ കേക്കിലോട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 3/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം, 1 നുള്ള് ഉപ്പ്. അത് എങ്ങനെയും ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് 3/2 കപ്പ് പഞ്ചസാരയും ഇട്ട് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് 1 നുള്ള് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡിയായി. കേക്കിലോട്ടുള്ള ക്രീം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമും 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലോട്ടുള്ള ക്രീം റെഡിയായി. ഇനി കേക്ക് എങ്ങനെയാണ് സെറ്റാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കേക്കിൻ്റെ ബോർഡിലോട്ട് കേക്ക് വെച്ച് ഷുഗർ സിറപ്പും ക്രീമും അപ്ലൈ ചെയ്ത് കേക്ക് സെറ്റാക്കി എടുത്തു കഴിയുമ്പോഴേക്കും ക്രീം വെച്ച് കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചോക്ലേറ്റ് കേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പോയ വാരത്തിലെ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആൽവിൻ റിജോ. 23 ഫെബ്രുവരി 2025 പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആൽവിൻ റിജോ ഫ്രം 8B.
2024-25 അധ്യയന വർഷത്തിലെ SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 17 തിങ്കളാഴ്ച ആരംഭിച്ചു. തുടർ നടപടിയെന്നോണം ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളും SSLC വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്നു. സെന്റ് ഫിലോമിനാസ് ഹൈസ്കൂളിന്റെ 11ാമത് SPC യൂണിറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് വിപുലമായ ചടങ്ങുകളോടെ വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി. പാസിംഗ് ഔട്ട് പരേഡിൽ ബഹുമാനപ്പെട്ട മുനമ്പം DYSP ശ്രീ ജയകൃഷ്ണൻ S സല്യൂട്ട് സ്വീകരിച്ചു. മറ്റ് വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. ആനുവൽ എക്സാമിനേഷൻ ഫെബ്രുവരി 24 തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികളെല്ലാവരും പരീക്ഷാ ചൂടിലേക്ക്. സ്പോർട്സ്. കേരള ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ഹോക്കിയുടെ ആതിഥേയത്തിൽ ഹോക്കിയിൽ മികച്ച നിലവാരം പുലർത്തുന്ന ജില്ലയിലെ 2 സ്കൂളുകളിൽ ഒരു സ്കൂളായ നമ്മുടെ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോക്കി സ്റ്റിക്ക് വിതരണം വെള്ളിയാഴ്ച നടത്തപ്പെട്ടു. ഹോക്കി സ്റ്റിക്ക് വിതരണ കർമ്മം നിർവഹിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷാരോൺ പാനയ്ക്കലാണ്. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. റേഡിയോ പ്രിയോറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ